അതെ അതെ പ്രിയ കോഴിക്കോട് ബേപ്പൂർ ഫെസ്റ്റിലെ മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇത്. മനോഹരമായ കാഴ്ചകളും വിസ്മയ ദൃശ്യങ്ങളും അടങ്ങിയ കോഴിക്കോട് ബേപ്പൂർ ഫെസ്റ്റിലെ കാഴ്ചകളും വിശേഷങ്ങളും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. മനോഹരമായ കാഴ്ചകളിലേക്ക്. രോഗാണുവായ എനിക്ക് ഏറെ ഇഷ്ടം എന്താണെന്നറിയോ? അറിയോ? അറിയാം. നിങ്ങൾക്കിഷ്ടം കുഴിമന്തിയല്ലേ? നിങ്ങളുടെയൊക്കെ ശ്വാസകോശമാണ്. അവിടെയാവുമ്പോ കിച്ചി 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 എന്നും പറഞ്ഞ് നിന്റെയും പറഞ്ഞും ഇരിക്കാം. ആകർഷണത എന്ന് പറയുന്നത് ഫുഡ് ഫെസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിലും കൂടി ഒന്ന് കയറി നോക്കാം. ബേപ്പൂർ ഫെസ്റ്റിലെ ഫുഡ് ഫെസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അയ്യോ കേട്ടില്ലേ? അതെ അതെ പ്രിയ ബേപ്പൂർ ഫെസ്റ്റിലെ ആകർഷകമായ ഒരു പരിപാടിയായിരുന്നു പാവനാടകം. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫുഡാണ്. ഏത് നാട്ടിൽ നിന്ന് വന്നവർക്കും നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഫുഡ് എന്ത് പരിപാടി നടത്തിയാലും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ഫുഡ് ഫെസ്റ്റിവലിലേക്കാണ് ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത്. നമ്മൾ വാങ്ങി കിഴിപ്പൊറോട്ട, ചിക്കൻ കിഴിപ്പൊറോട്ടയാണ് വാങ്ങിയത്. ഫുഡ് ഫെസ്റ്റിവലിൻ്റെ അവിടെ നിന്ന് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കാണുന്നത് വള്ളംകളി മത്സരമായിരുന്നു. പക്ഷേ എനിക്ക് വളരെ ദൂരെ നിന്നാണ് ഇത് കാണാൻ പറ്റിയത്. കണ്ടോ, 2 വള്ളങ്ങളാണ് മത്സരിച്ച് തുഴയുന്നത്. ഇവിടെ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു കപ്പലിൽ നമുക്ക് കയറി കാണാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മളവിടെ ചെന്ന് ഭയങ്കര തിരക്കായി. പിന്നെ 4:30 ആകുമ്പോഴത്തേനും അവർ നിർത്തി പോയില്ല. ഞങ്ങൾക്കത് മിസ്സായി. കപ്പലിൽ കയറാൻ പറ്റിയില്ല, പക്ഷേ നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സമാപനത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര വരുന്നത്. പ്രിയമുള്ളവരെ, ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സീസൺ 4 സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്രയാണ്. ഇന്ന് സമാപനമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പം ബേപ്പൂർ ഫെസ്റ്റിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് നടത്തിയ ഘോഷയാത്രയാണ്. ഘോഷയാത്രയിൽ നമ്മുടെ ടൂറിസം മന്ത്രി ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്നു. പിന്നെയുള്ളത് ബേസിൽ ജോസഫും വിനീത് ശ്രീനിവാസനും അതുപോലെ സൗബിനും ഒക്കെ വൈകുന്നേരം വരുന്നുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ
തുറമുഖത്തേക്ക് വന്നിരിക്കുകയാണ്. ബേപ്പൂർ തുറമുഖം പ്രശസ്തമായൊരു തുറമുഖമാണ്. ഇവിടെയാണ് കോസ്റ്റ് ഗാർഡിൻ്റെയും നാവികസേനയുടെയൊക്കെ കപ്പലുള്ളത്. വേറെ ഒരുപാട് ചരക്ക് കപ്പലൊക്കെ കൂടെ വന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഉള്ളിൽ കയറി കാണാൻ പറ്റിയില്ലെങ്കിലും പുറത്തുനിന്ന് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അപ്പം ആ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ബേപ്പൂർ ഫെസ്റ്റിലെ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും കപ്പലുകളാണ്. അങ്ങ് ദൂരെ കാണുന്നതാണ് ചാലിയം. ചാലിയത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ 2 ജങ്കാറുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. കൂടാതെ ഇവിടെ സാധാരണ പോലെയല്ല, ഇന്ന് കുറച്ച് ബോട്ടുകൾ കൂടുതലായിട്ട് സർവീസ് നടത്തുന്നുണ്ട്. നമ്മുടെ കപ്പലുകളൊക്കെ പുറത്തുനിന്ന് കാണാൻ പറ്റി. അടിപൊളിയാണ് സംഭവം. ഇതൊക്കെ കൊച്ചു കുട്ടികളൊക്കെ കൊണ്ട് കാണിക്കേണ്ടതാണ്. നമ്മൾ പഠിക്കുന്ന പിള്ളേരൊക്കെ കൊണ്ട് കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവസരം കിട്ടുമ്പോഴാണ് നമുക്ക് കൊണ്ട് കാണിക്കാൻ പറ്റുള്ളൂ. ബേപ്പൂർ ഫെസ്റ്റിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് ഞാൻ 2 എപ്പിസോഡുകളായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിച്ചിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. മറ്റൊരു കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.